എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സാധാരണ രീതിയിൽ എല്ലാവർക്കും എക്സസ് ആയിട്ടുള്ള ആളുകൾക്ക് വെയിറ്റ് കുറയ്ക്കാനും അൺഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് നല്ല ആരോഗ്യമാവാനും വളരെയധികം ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മളെ മുന്നിലുള്ള പോം വഴി ഭക്ഷണം വളരെ കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഡോക്ടേഴ്സിനെ കാണുക, ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏക പോം വഴി. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ, ചെറിയ കൊച്ചു വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് നല്ല ഇമ്പ്രൂവ്മെന്റ് ആക്കാനും അതുവഴി നമ്മുടെ എക്സസ് വെയിറ്റിനെ കുറയ്ക്കാനും നമുക്ക് ഈസി ആയിട്ട് പറ്റും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ നമ്മളൊരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു മീറ്ററിൽ 4 0 വരും. നമ്മൾ എത്ര രൂപയാണ് കൊടുത്തത് അതേ നമ്പർ അവിടെ വരും. അതുവരെയ്ക്കാണ് നമുക്ക് കിട്ടുന്ന പെട്രോൾ. ഇതേ രീതിയിൽ ഓരോ മനുഷ്യനും കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെതായ അളവുകളുണ്ട്. ഇപ്പോ മെറ്റബോളിസമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം എത്ര കലോറി നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ദിവസം യൂസ് ചെയ്യാം ഓരോരുത്തരും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കും. അതറിഞ്ഞിരുന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ ഒരു ഏകദേശം ഒരു അളവ് നമുക്ക് കിട്ടും. അതുവഴി നമ്മൾ രാവിലെ കഴിക്കേണ്ടത് എന്ത്, എത്ര കലോറി രാവിലെ യൂസ് ചെയ്യണം, ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് എന്ത്, അതിലെന്തെല്ലാം അടങ്ങിയിരിക്കണം, എത്ര കലോറി വേണം, വൈകിട്ട് എത്ര ഭക്ഷണം കഴിക്കണം, അതിൽ എത്ര കലോറി വേണം, നമുക്ക് എത്രയാണോ കലോറി അനുവദിച്ചിട്ടുള്ളത് അതേ കലോറീനെ എപ്പോ നമുക്ക് കഴിക്കാൻ പറ്റുന്നോ, അതിന് നമുക്ക് ഒതുക്കാൻ പറ്റുന്നോ, അപ്പൊ നമ്മുടെ എക്സസ് വെയിറ്റ് വരുന്നത് ഒഴിവാക്കും. അതുകൂടാതെ നമ്മുടെ അൺഹെൽത്തി സിറ്റുവേഷൻ, ആ സമയം നമുക്ക് ആരോഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണത്തില് കലോറി കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുക, ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുക. കലോറി വളരെ കുറവുള്ളതും ഫാറ്റ് വളരെ കുറവുള്ളതായ ഭക്ഷണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും മോചിതനാവാൻ പറ്റും. ഇത് പേഴ്സണലായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് 44 കിലോ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ടായിരുന്നു, എല്ലാം നോർമലാക്കിയിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണ്, അത് നോക്കിയിട്ടാണോ കഴിക്കണേ. ഇനി മുതൽ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ നാളെ മുതൽ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാതും കറക്റ്റ് മെഷർ ചെയ്തിട്ട് എഴുതി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് ആക്കാൻ പറ്റും, നിങ്ങളുടെ എക്സസ് വെയിറ്റ് കുറച്ച് ഐഡിയൽ വെയിറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.